ഹലോ ഹലോ ശ്രീയേട്ടാ. ആ ഗൗരി കൊണ്ട് വിളിച്ചിരുന്നോ? ആ, ഞാൻ അവളുടെ കാര്യം അറിഞ്ഞ് വിളിച്ചതായിരുന്നു. അവളിപ്പോൾ ഓക്കെ അല്ലേ? ഷീസ് ഓക്കെ നൗ. ആ മെഡിസിൻസ് ഉണ്ട്. ആ, എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മതി. കുറച്ചു നേരം അവളോട് സംസാരിച്ചിട്ട് ഞാനിങ്ങോട്ട് പോരും. ഗൗരി പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഈ ഒരു അവസരത്തിൽ ചിന്നുവിന് എന്നേക്കാൾ ആവശ്യം തന്നെയായിരിക്കും. പക്ഷെ ഗൗരി, അന്ന് കോടതിയിൽ വെച്ച് ഞാനിതെല്ലാം തന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാ. ഇങ്ങനെയുള്ള അവസരങ്ങൾ പോലും ഞാനെടുത്ത് പറഞ്ഞിരുന്നല്ലേ? ശരിയാണ്. പക്ഷെ അന്ന് എനിക്കെല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കണമായിരുന്നു. ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല. ഇറ്റ് വാസ് മൈ ഫോൾട്ട്. ശ്രീയേട്ടാ പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. നോ, ഗൗരിക്ക് അവളെ ഇന്നെന്നല്ല ഇനി ഒരിക്കലും എൻ്റെ അറിവോടെ കാണാൻ പറ്റില്ല. സോറി. ശ്രീയേട്ടാ, ഈ വട്ടം ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ എന്ത് വേണേലും ചെയ്യാം. വേറൊന്നും സംസാരിക്കില്ല. ഒരു പെണ്ണെന്ന നിലയിൽ അവളോട് കുറച്ച് കാര്യങ്ങൾ. അവൾ ആകെ പകച്ചിട്ടുണ്ടാകും. പാവം. അമ്മയല്ലേ, അമ്മ പറഞ്ഞറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും അല്ലേ? നിനക്കത്ര നിർബന്ധമാണെങ്കിൽ വന്നോ. പക്ഷെ വല്ലവൻ്റെയും ഭാര്യയായിട്ടല്ല, എൻ്റെ ഭാര്യയായിട്ട് വേണം ഗൗരിമോള് വരാൻ. പറ്റുമോ? മനസ്സിലായില്ല. ശ്രീയേട്ടൻ എന്താ ഉദ്ദേശിച്ചേ? ഹേ, അവനെ വിട്ട് എൻ്റെ കൂടെ കൂടാനൊന്നല്ല. ഒരു ദിവസം വേണ്ട, ഒരു നേരം എൻ്റെ കൂടെ പഴയ പോലെ എല്ലാം. ഗൗരിക്ക് മനസ്സിലായോ? ശ്രീയേട്ടാ തനിക്ക് അല്ല, നന്നായി ആലോചിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മതി. പിന്നെ ഇറങ്ങുകയാണെങ്കിൽ പറയണം. വീട്ടിലേക്ക് വരണ്ട, ടൗണിൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ മതി. മോളെ ഞാനവിടെ കൊണ്ടുവരാം. മരവിലൊരു പുഴയൊഴുകവേ, അതിലൊരു മനമകമൊരുകവേ, പതിയെ പതിയെ ഇരുൾ വീഴുമീ വഴികളിൽ, തനിയെ തനിയെ അതിലാരൊരാൾ നിഴലുപോ. മരവിലൊരു പുഴയൊഴുകവേ, അതിലൊരു മനമകമൊരുകവേ, പതിയെ പതിയെ ഇരുൾ വീഴുമീ വഴികളിൽ, തനിയെ തനിയെ അതിലാരൊരാൾ നിഴലുപോ. അല്ല ഗൗരി, ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ശ്രീനാഥിന് പകരം വേറൊരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ ഗൗരിയുടെ സ്റ്റാൻഡ് സെയിം തന്നെ ആയിരിക്കുമോ? വേറെ നിവൃത്തിയില്ലെങ്കിൽ ചിന്നുവിന് വേണ്ടി എനിക്ക് സ്റ്റാൻഡ് എടുത്തേ പറ്റൂ. ശ്രീനാഥ് എനിക്കൊരു സ്ട്രേഞ്ചർ അല്ലെന്നാണോ സുരേഷ് കരുതുന്നത്? ആ, ഗൗരി നേരത്തെ എത്തിയോ?
നീ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോ? ഞാൻ സുരേഷിൻ്റെ കൂടെ കഴിച്ചു. എന്ന് രണ്ട് ചായ ടൂറിസം മേഖലയിലുള്ളവരെ അതിൻ്റെ ഭാഗമായ ആനുകൂല്യങ്ങളും ഇളവുകളും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ടൂറിസത്തെ ഒരു വ്യവസായമായി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും വ്യവസായമാക്കാനുള്ള ശ്രമം സജീവം. വെൽനസ് ടൂറിസത്തിലൂടെ നീ ഇന്ന് ലീവ് എടുത്തുണ്ടാവൂലേ ഗൗരി? ആ ഗൗരി ഇന്ന് ലീവ് എടുത്തൂലേ? ആ ചിന്നു എവിടെ? ധൃതി വയ്ക്കല്ലേ, അവള് വരും. ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പം നമ്മൾ രണ്ടുപേരും തന്നെ ധാരാളം. ഞാൻ റൂമിലുണ്ടാവും. നീ വരുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് പോരെ? ഇരിക്കെ. കിടക്കുന്നില്ലേ? തനിക്ക് ചിന്നുവിന് അത്ര കാര്യമായിരുന്നെങ്കിൽ എന്തിനാ അവളെയും വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയത്? അവളെ തൻ്റെ കൂടെ നിർത്തായിരുന്നില്ലടോ. മറ്റേതൊരു പുരുഷനേക്കാളും അവൾ സേഫായിരിക്കുക അവളുടെ അച്ഛൻ്റെ കൂടെയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ശ്രീയേട്ടനെ ഏൽപ്പിച്ചത്. ചിന്നു അപ്പുറത്ത് റൂമിൽ കിടപ്പുണ്ട്. എന്നെ കാണണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ ഉറങ്ങി. ടാബ്ലറ്റ് അയച്ചിട്ടുണ്ട്. ക്ഷീണം കാണും. പതുക്കെ അവളെ എണീക്കുമ്പോൾ സംസാരിച്ചിട്ടൊക്കെ പോയാൽ മതി. ഞാനിപ്പോൾ വരാം. തിരനുരയല കടലായൊരേ മിഴിയിണ തഴുകിയ കാറ്റുപോ വെറുതെ വെറുതെ അകലങ്ങളെന്നരികിലായി നീയും സുരേഷേ, ഒരു ചായ കുടിച്ചാലോ? അല്ല, ശ്രീനാഥൻ എന്താ ഉദ്ദേശം? അവളവിടെ മുകളിലുണ്ട്. ഒരു സീറ്റ്.